ഒരു റൗണ്ട് ട്രിപ്പാണ്. നമ്മുടെ വയനാട് മുത്തങ്ങ, ബന്ദിപ്പൂർ, മുതുമലൈ, മസനഗുഡി, ഊട്ടി, ഇന്നക്കര വഴി മണ്ണാർക്കാട്, അട്ടപ്പാടി വഴി നമുക്ക് തിരിച്ചിറങ്ങാം. അതിരാവിലെ കോടമഞ്ഞിന്റെ തണുപ്പിലൂടെ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലൂടെ ഒരു കിടിലൻ റൈഡ്. സീസൺ ആയതുകൊണ്ട് തന്നെ റോഡിന്റെ ഇരുവശത്തും പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരുപാട് പൂപ്പാടങ്ങളും സൂര്യകാന്തി ശേഖരങ്ങളൊക്കെ കാണാം. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഈ ഏരിയയിൽ ഒരുപാട് മലയാളി ഹോട്ടൽസ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് നേരെ ബന്ദിപ്പൂർ ഓടിക്കാം. മുത്തങ്ങ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ബന്ദിപ്പൂർ ഇത്തിരി ഡ്രൈ ആണെങ്കിലും മൃഗങ്ങളെയൊക്കെ തൊട്ടടുത്ത് ഇതുപോലെ മാനുകളെയും ആനയും അതുപോലെ ഒരുപാട് മൃഗങ്ങളെയും കാണാൻ സാധിച്ചു. അതും ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കാടിനുള്ളിലൂടെയുള്ള ഈ യാത്ര. അങ്ങനെ ബന്ദിപ്പൂർ ടൈഗർ റിസർവും കഴിഞ്ഞ് മുതുമലയിലേക്ക് കയറി കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ഫീലാണ്. റൈഡ് എന്ന് പറയുന്നത് അത്രയും കംഫർട്ടാണ്. പ്രകൃതി അതിന്റെ പീക്കിൽ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കും. മുതുമലയിൽ ചെറിയ ചെറിയ സ്പോട്ടുകളിൽ മാത്രമേ നമ്മൾ നിർത്തിയിട്ടുള്ളൂ. നമ്മൾ റൈഡിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അങ്ങനെ മസനഗുഡിയിൽ ഒരു ആനപ്പന്തിയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. മസനഗുഡിയും ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ ഊട്ടി പിടിച്ചു. ചുരം കയറി. ചുരം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സ്പോട്ടുകളിലൊക്കെ മാത്രം വിസിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കയറി. 36 ഹെയർ പിൻ വളവ് വഴിയാണ് മസനഗുഡി വഴി പോകുമ്പോൾ ഊട്ടിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുക. അതും ഒരു ഭയങ്കര ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഊട്ടിയുടെ ഭംഗി പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഒന്നെങ്കിൽ കിന്നക്കര വഴി അട്ടപ്പാടി വഴി തിരിച്ചിറങ്ങാം, ഇല്ലെങ്കിൽ നമുക്ക് നാടുകാണി ചുരം വഴിയും തിരിച്ചിറങ്ങാം.